ഹായ് ഹലോ കൂട്ടുകാരെ, മാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, വാ കാണാം. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിക്കേ കാണാൻ. നല്ല പ്രകൃതി, നല്ല ഭംഗി. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾ നടന്നു പോകുന്ന കുഞ്ഞു വഴി. ഞങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ വഴിയേ വരത്തുള്ളൂ. ഇപ്പോഴത്തെ കാര്യമല്ല, കുട്ടിക്കാലത്തെ കാര്യമാണ്. കാരണം ഇവിടെ ചെറിയൊരു തോടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ തോട് നിറച്ചും വെള്ളം കയറും. അപ്പോൾ ഞങ്ങൾക്ക് പോകുന്ന വഴിയിൽ ആ തോട്ടിലിറങ്ങി കളിക്കുകയും ചെയ്യാം, മീനെ പിടിക്കുകയും ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ പരിപാടി. 4 മണിക്ക് സ്കൂൾ വിട്ട് ഞങ്ങൾ വന്നാൽ 6 മണി കഴിയും വീട്ടിൽ ചെല്ലുമ്പോൾ. തിരിച്ചു ചെല്ലുമ്പോൾ വെള്ള യൂണിഫോമൊക്കെ ചുമന്ന കളറായിരിക്കും. അമ്മയുടെ തല്ല് മേടിക്കാനേ അന്ന് നേരമുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടോ, ഇവിടെ വാഴത്തോപ്പും തെങ്ങിൻ തോപ്പും ഒക്കെയാണ്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇതിന് കുറുകെ തടിപ്പാലമായിരുന്നു അന്ന്, ഇന്നിപ്പോൾ കോൺക്രീറ്റ് പാലമായി. ഈ വഴി കണ്ടോ, ഇതുവഴി അങ്ങോട്ട് പോകുമ്പോൾ തോടാണ് കേട്ടോ. ഇവിടെ എല്ലാം വാഴകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ ആയിരുന്നു. ഇപ്പം എല്ലാം കുറഞ്ഞു, ഒരുപാട് മാറ്റം വന്നു. കണ്ടോ, ഈ കാണുന്നത് കണ്ടമാണ് കേട്ടോ. ഇപ്പം നെൽകൃഷിയൊന്നുമില്ല, വെറുതെ കാട് കയറി കിടക്കുകയാണ് കണ്ടങ്ങളെല്ലാം. ഇവിടെയും തോടുണ്ട് കേട്ടോ. ആ തോടിൻ്റെ ബാലൻസാണ്. ഞങ്ങൾ ഇവിടെ വന്നേ തുണി കഴുകത്തുള്ളൂ. എത്ര വെള്ളമുണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾ വന്ന് തുണി കഴുകത്തുള്ളൂ. കാരണം വെള്ളത്തിൽ കളിക്കുകയും ചെയ്യാം, മീനെ പിടിക്കുകയും ചെയ്യാം. ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കുഞ്ഞുനാളത്തെ ഹോബികൾ. എന്ത് രസമായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അന്നത്തെ കുട്ടിക്കാലം ഓർമ്മ വരിക. ഇപ്പോൾ വലുതാകണ്ടായിരുന്നെന്ന് ചിന്തിക്കുകയാണ്. കാരണം ഈ വെള്ളത്തിലൊക്കെ ഒരുപാട് കളിച്ചിട്ടുള്ളതാണ്. എന്ത് രസമായിരുന്നു അന്നത്തെ കുട്ടിക്കാലം. കണ്ടോ, ഇതിനകത്ത് നിറച്ച് മീനാണ് കേട്ടോ. മാനത്താങ്കണ്ണി. അതിനെ പിടിച്ചു കൊണ്ടുപോയി കുപ്പിയിലിടുമായിരുന്നു വളർത്താൻ. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ചത്തു കിടക്കും. അന്നേരം ഇരുന്ന് കരയും. പിന്നെയും വരും തോർത്തും കൊണ്ട്. 2 പേരും അങ്ങേയറ്റു, ഒരാൾ അപ്പുറത്ത് നിൽക്കും, ഒരാൾ ഇപ്പുറത്ത് നിൽക്കും. എന്നിട്ട് മീനെ പിടുത്തമാണ്. വീണ്ടും അത് തന്നെ ആവർത്തിക്കും. മീനെ പിടിക്കുക, കുപ്പിയിൽ കൊണ്ടുപോയിടുക. 2 ദിവസം മീൻ അവിടെ കിടക്കും. 3ൻ്റെ അന്ന് മീൻ ചത്തുപോകും. ഏറ്റവും വിഷമം തോന്നിയ ഒരു സംഭവമാണിത് കേട്ടോ. നമ്മുടെ കണ്ടത്തിൽ നിൽക്കേണ്ടുന്ന സാധനം ഇപ്പോൾ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. നെല്ല് കണ്ടപ്പോൾ വീഡിയോ എടുക്കാനും തോന്നി, ഇതിൻ്റെ കൂടെ ഇടാനും തോന്നി. എന്ത് രസമായിരുന്നു അന്നൊക്കെ കണ്ടത്തിലെ നെൽകൃഷിയൊക്കെ. അതിനിടയിൽ കൂടി നടക്കാനും കണ്ടത്തിൽ ജോലി ചെയ്യുന്നവരുടെ കൂടെ കുറേ നേരം ചെലവഴിക്കാനും ഒക്കെ ഒരുപാട് രസമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടനോട് ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, ബൈ, ടാറ്റാ.